പിണറായി വിജയൻ്റെ ഇന്നത്തെ ഈ ലേഖനത്തെ നമ്മൾ കാണേണ്ടത് കേരളത്തിൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ വെച്ചിട്ടാണ്. കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റ് എന്താണ് യഥാർത്ഥത്തിൽ? CPM-ൻ്റെ മുഖ്യ എതിരാളി ആരാ ഇവിടെ? കേരളത്തിൽ കോൺഗ്രസ് ആണ്. LDF-ൻ്റെ മുഖ്യ എതിരാളി UDF ആണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളിനിയിപ്പം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ വർഷം അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. നമ്മൾ യഥാർത്ഥത്തിലൊരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിലേക്ക് സംസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സംസ്ഥാന രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു ലേഖനം എഴുതുന്നത്. ഈ ലേഖനം ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വമായി തന്നെ പിണറായി വിജയൻ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. നോക്കൂ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ പ്രധാനമായും മത്സരം നടക്കുന്നത് LDF-ഉം UDF-ഉം തമ്മിലായിരിക്കുമ്പോഴും ഒരു മൂന്നാം മുന്നണി ഇവിടെ ശക്തിപ്പെട്ടു വരുന്നുണ്ടല്ലോ. ആ മൂന്നാം മുന്നണി എന്ന് പറയുന്നത് BJP നേതൃത്വം കൊടുക്കുന്ന NDA ആണ്. അവരുടെ വോട്ട് ശതമാനം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അവരിപ്പോൾ 26 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇമ്മീഡിയറ്റ് ത്രെട്ടല്ല. അവരിപ്പം മുഖ്യ പ്രതിപക്ഷമാകാൻ പോകുന്നില്ല, അവർ ഭരണപക്ഷത്തും വരാൻ പോകുന്നില്ല. പക്ഷേ അപ്പോഴും ആ ചേരി മുന്നോട്ട് വയ്ക്കുന്നൊരു രാഷ്ട്രീയം കേരളത്തിൽ ശക്തി പ്രാപിക്കുമ്പോൾ മതേതര രാഷ്ട്രീയം ആരാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് സംബന്ധിച്ചൊരു തർക്കം നടക്കും. സ്വാഭാവികമായും ആ തർക്കമാണ് പിണറായി വിജയൻ്റെ ഈ ലേഖനത്തിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ക്ലെയിം ഞങ്ങളാണ് യഥാർത്ഥ മതേതരവാദികൾ എന്ന് പിണറായി വിജയൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ സാഹചര്യത്തിലായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ വിശദീകരിക്കുന്നത്.